ചിത്രം എന്ന് പറയുന്ന ഒരു സിനിമ ഏതാണ്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രമാണ്. ഒരു കൊല്ലത്തിലധികം ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രഞ്ജിനി എന്ന് പറയുന്നൊരു നടിയുടെ നടന വൈഭവം നമുക്ക് മനസ്സിലാവും. അതായത് അതിൽ ഞാനിപ്പോഴും മനസ്സിലോർക്കുന്ന ഒരു രംഗമുണ്ട്. പഴയ ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ഈ രഞ്ജിനി ആദ്യം മോഹൻലാൽ 10 ദിവസത്തെ ഭർത്താവായി അഭിനയിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരാളാണ്, നെടുമുടി വേണു. അപ്പോൾ ഈ രഞ്ജിനിയുടെ അച്ഛൻ വരുമ്പോൾ രഞ്ജിനി കല്യാണം കഴിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചതായി 10 ദിവസത്തേക്ക് അദ്ദേഹം ഇവിടെ വന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പോവാണ്. പിന്നീട് അദ്ദേഹം തിരിച്ചിങ്ങോട്ട് കേരളത്തിലേക്ക് വരില്ല. അപ്പോൾ ആ 10 ദിവസം ഈ രഞ്ജിനിയുടെ അച്ഛനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അമ്മാവൻ എന്ന് വിളിക്കുന്ന സുഹൃത്തായിട്ടുള്ള നെടുമുടി വേണു കണ്ടെത്തുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാലിൻ്റേത്. ആ 10 ദിവസത്തേക്ക് അന്ന് 1000 രൂപ പെർ ഡേ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നു. ആ കഥാപാത്രത്തിനോട് പതുക്കെ രഞ്ജിനിക്ക് ഇഷ്ടമാകുന്ന ഒരു രംഗമുണ്ട്. ആ രഞ്ജിനി എന്ന് പറയുന്ന നടി വളരെ നന്നായി അഭിനയിച്ചിട്ടുള്ള ഒരു രംഗമാണത്. ആദ്യം വന്നിട്ട് കഴിക്കാൻ ആ പോത്തിനെ കൂടി വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അയാളെ കൂടി വിളിച്ചോ എന്നാണ് 2ാമത്തെ ദിവസം പറയുന്നതായിട്ട് കാണിക്കുന്നത്. 3ാമത്തെ ദിവസം അങ്ങേരെ കൂടി വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. 4ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ കൂടി ഊണ് കഴിക്കാൻ വിളിച്ചോളൂ എന്ന് നെടുമുടി വേണുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഉള്ളിലുള്ള ഒരു ദേഷ്യം മുഴുവൻ അലിഞ്ഞില്ലാതാവുകയും പതുക്കെ ഇഷ്ടം വരുന്നതൊക്കെ വളരെ കൃത്യമായി തന്മയത്വത്തോടുകൂടി അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടിയാണ് നമ്മുടെ രഞ്ജിനി എന്ന് പറയുന്നത്. അപ്പോൾ ആ രഞ്ജിനി പിന്നീട് സിനിമയിൽ നിന്നൊക്കെ വിട്ടുപോയി. പിന്നെ അവരെന്തോ മറ്റേ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ, അതായത് വിദേശത്തേക്ക് ആളുകളെ ജോലിക്ക് വിടുന്നതിൻ്റെയോ അതോ മറ്റേ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വേണ്ടി വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് വിടുന്നതിൻ്റെയൊക്കെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തോ കേസൊക്കെ അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ ആ രഞ്ജിനി ഇപ്പം നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരൊരു നല്ല നാടകത്തിൻ്റെലേക്ക് അവരിപ്പോൾ ഇറങ്ങിയേക്കാണ്. ആ നാടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതാണ്. ഏതാണ്ട് 295 പേജുള്ള റിപ്പോർട്ടാണ്. അതിൽ നിന്ന് ഏതാണ്ട് 10-70ഓളം പേജുകൾ വെട്ടിമാറ്റിയിട്ട് 223 പേജുകളാണ് ഇപ്പോൾ പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ ഈ നാടകം തുടങ്ങിയിരുന്നു. അത്ര നല്ല നടനൊന്നും അല്ലാത്ത, എന്നാൽ പല സിനിമകളിലെ 1-2 സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇത് ഇപ്പോൾ പുറത്തു വിടരുത്, പുള്ളിയുടെ സ്വകാര്യതയെ ബാധിക്കും എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തിരുന്നു. ആ ഹർജി ഹൈക്കോടതി തള്ളി. അപ്പോൾ ആ ഹൈക്കോടതി തള്ളിയപ്പോൾ അത് ഇന്ന് പുറത്തു വിടാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് ഏറ്റവും അവസാന നിമിഷം, അതായത് ഇന്നലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ നടിയായിട്ടുള്ള ചിത്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അവരേറ്റവും ഫേമസ് ആയിട്ടുള്ള സിനിമ അവരുടെ ചിത്രം തന്നെയാണ്. പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നടി വന്നിട്ടൊരു നാടകം ഇന്നലെ രാത്രി 24ാമത്തെ മണിക്കൂറിൽ, അതായത് നമ്മൾ ഈ ഏറ്റവും അവസാനത്തെ മണിക്കൂറിൽ, കഴിഞ്ഞ സജിമോൻ പറയിലെ ഹർജി വന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ രഞ്ജിനിയും വന്ന് ഹർജി വന്നിട്ട് പറഞ്ഞേക്കാണ്. രഞ്ജിനിയുടെ ആവശ്യം തന്നെ വളരെ വിചിത്രമാണ്. രഞ്ജിനി ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മൊഴിയുടെ പകർപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പകർപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ആലോചിക്കുന്നുണ്ട്. ഇത് 2017 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും 2019 ഈ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ 5 കൊല്ലത്തോളം രഞ്ജിനിക്ക് ഇതിന് പുറത്ത് വേവലാതിയൊന്നും ഉണ്ടായില്ല. പിന്നെ അതുമാത്രമല്ല, വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തുവിടാൻ ഉത്തരവിട്ടപ്പോഴും വലിയ വേവലാതിയൊന്നും രഞ്ജിനിക്ക് തോന്നിയില്ല. കാരണം അന്നേരം വേറൊരു നടനുണ്ടായിരുന്നു. ആ നടനാണ് സജിമോൻ പറയും. ആ നടൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ കുറച്ചുകൂടി നല്ലൊരു നടി ഇറക്കിയിരിക്കുന്നു. അതാണ് രഞ്ജിനി പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൊഴി റിപ്പോർട്ട് ആദ്യം രഞ്ജിനിക്കൊക്കെ കാണണമെന്നാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ്. റിപ്പോർട്ട് ആദ്യം രഞ്ജിനിക്കാണ്. രഞ്ജിനിയുടെ മൊഴി എന്താണ് പുറത്തുവിടാൻ പോകുന്നതിൻ്റെ ഭാഗം മാത്രം കാണണമെന്നല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഒന്ന് രഞ്ജിനിക്ക് കാണണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് രഞ്ജിനി പറയുന്നൊരു വാചകം, ഇപ്പം അരുൺകുമാറുമായിട്ടൊരു അവർ ടെലിഫോണിൽ സംസാരിക്കുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു റിപ്പോർട്ടർ ചാനലിൽ. ആ റിപ്പോർട്ടർ ചാനലിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാവരുടെയും മൊഴികൾ അവർക്ക് കാണണം, റിപ്പോർട്ട് മുഴുവനായിട്ടും അവർക്ക് കാണണം എന്നാണ്. അങ്ങനെ ശരിക്കും ഇപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ലായിരുന്നു. പറഞ്ഞ 10,000 പേരെ വിളിച്ച് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് എഴുതിയെടുത്ത് 10,000ഓളം പേജുകളുള്ള, 1000കണക്കിന് പേജുകൾ മൊഴികളായിട്ടുള്ള ഒരു റിപ്പോർട്ടിലുള്ള ഈ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇത് ഞങ്ങൾക്കെല്ലാവർക്കും കണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഇത് പുറത്തേക്ക് വിടാം എന്ന് പറയുമ്പോഴേ വിടാൻ പറ്റുള്ളൂ, അത് ഞങ്ങളുടെ മൗലികമായ അവകാശമാണെന്നാണൊക്കെ പറയുന്നത്. പിന്നെ ഇതിൽ അണിയറയിലും ചില ആളുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവട്ടെ. കാരണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ബൈറ്റ് എടുത്ത് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇവരുടെ റൈറ്റാണ് എന്നൊക്കെ പുറകിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ലീഗൽ റൈറ്റാണ്, ഇവരുടെ അവകാശമാണ്, ഇവരുടെ സ്വകാര്യത ഹനിക്കപ്പെടരുത് എന്നൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്നൊരു വലിയ വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് പുറത്തേക്ക് വിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ
ഞാനിത് പുറത്തേക്ക് വിടാത്തതിൻ്റെ വിടാമെന്ന് പറയുന്ന കാര്യം എൻ്റെ സേഫ് ഗാർഡ് എനിക്ക് ചെയ്യണ്ടേ, എൻ്റെ സുരക്ഷ എനിക്ക് നോക്കണ്ടേ. അതായത് ഇത് പുറത്തേക്ക് വിട്ടാൽ വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പം തന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, സിനിമാക്കാരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഇനി അത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്ന അടുത്ത വാചകം എന്താണെന്നറിയാം? അടുത്ത വാചകം ഈ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ വരണതിന് മുമ്പ് റിപ്പോർട്ട് മുഴുവനായും രഞ്ജിനീനെ കാണിച്ച് എനിക്ക് രഞ്ജിനിയുടെ ഒരു പെർമിഷൻ മേടിച്ചിട്ട് വേണം ഗവൺമെൻറ് വിടാനാണ്. ഇനി ഇങ്ങനെ രഞ്ജിനിയുടെ ഒരു ഹർജി വന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. ആ ഹർജി വന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകളുടെ സ്വകാര്യതയെ മാനിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തുടിക്കുന്നൊരു ഗവൺമെൻറ്റാണ്. അങ്ങനെ പിണറായി വിജയൻ ഗവൺമെൻറ്, ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെയും അവർ പുകഴ്ത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ ഗവൺമെൻറ് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഗവൺമെൻറ്റിനോട് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ഈ നന്ദി അറിയിച്ചേക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്? ഗവൺമെൻറ് പുതിയൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് രഞ്ജിനി ഈ ഹർജി തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിച്ചതിന് ശേഷം മാത്രം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ, ഹർജി പരിഗണിച്ചതിന് ശേഷം മാത്രം അതായത് കോടതി എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കണം. സത്യത്തിൽ ഇന്ന് ഇത് പുറത്തേക്ക് താൽക്കാലികമായി വിടരുത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പോലും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരാൾ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് വളരെ നല്ല മനസ്സോടുകൂടി കാത്തിരിക്കുന്നു. നിങ്ങളത് ആലോചിച്ച് നോക്കണം എന്തിനാണെന്ന്. കൃത്യമായിട്ട് ഇത് അവരുടെ ഒരു വിധിയിൽ തീർപ്പ് വരട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. ശബരിമലയുടെ വിധി വന്നു. ശബരിമലയുടെ വിധി സുപ്രീം കോടതി നടത്തിയ വിധി നല്ലതാണെന്നുള്ള അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ ശബരിമലയുടെ വിധി വന്നപ്പോൾ പോലും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ആ ശബരിമലയുടെ വിധി വന്നപ്പോൾ അതിൻ്റെ പുനഃപരിശോധനാ ഹർജി നിലനിൽക്കുമ്പോൾ പോലും അത് പെട്ടെന്ന് തന്നെ അതായത് പുനഃപരിശോധനാ ഹർജി കൊടുത്തപ്പോൾ ഇത് താൽക്കാലികമായി ഈ വിധി സ്റ്റേ ചെയ്തില്ല. ആ സ്റ്റേ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാമെന്ന് വാദിച്ചിട്ടുള്ള CPM-കാരാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എം സ്വരാജ് എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മുടെ സത്യാനന്തര കാലം ഒക്കെ അവതരിപ്പിക്കുന്ന പോസ്റ്റ് ട്രൂത്ത് ഏജിനെ കുറിച്ചൊക്കെ നല്ല വിവരമുള്ള നല്ല ഗ്രാഹ്യമുള്ള ശരിക്കും പണ്ഡിതരായിട്ടുള്ള എം സ്വരാജൊക്കെ പറഞ്ഞത് 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്നുള്ളതാണ്. ആ സ്വരാജിൻ്റെ പാർട്ടിയൊക്കെ അടക്കം ഇത് തൽക്കാലം പിന്നീട് പരിഗണനയ്ക്ക് വെക്കുകയും സുപ്രീം കോടതിയുടെ അന്തിമമായിട്ടുള്ള വിധി വരട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ ഗവൺമെൻറ്റാണ് പറയുന്നത് ഈ വിധിക്ക് ഇപ്പം നടപ്പിലാക്കാൻ, അതായത് ഇത് പുറത്തേക്ക് വിടാൻ ഒരു തടസ്സവും ഇല്ലാതിരുന്നിട്ടും ഒരു കോടതിയും പറയാതിരുന്നിട്ടും ഒരു ഇടക്കാല ഉത്തരവും കോടതി അടക്കാതിരുന്നിട്ടും ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിനി പാവം നല്ലൊരു കുട്ടിയല്ല, അപ്പോൾ രഞ്ജിനിയുടെ ഹർജി നമ്മൾ കാണുന്നത് വരെ എന്ത് ചെയ്യണം, രഞ്ജിനിയുടെ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കുന്നത് വരെ നമ്മൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ പെൻഡിങ്ങിൽ വെക്കൂ എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? എത്ര സുന്ദരമായിട്ടുള്ള ഗവൺമെൻറ്റാണ്. പിന്നെ രഞ്ജിനി പറഞ്ഞ അടുത്തൊരു വാചകമുണ്ട്, അത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് പിണറായി വിജയൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ് ആണെന്നാണ്. ചില ചോദ്യങ്ങൾക്ക് രഞ്ജിനിക്ക് ഉത്തരമില്ല. രഞ്ജിനി കിടന്ന് ബബ്ബ അടിക്കുന്ന നമ്മൾ കണ്ടു. രഞ്ജിനിയോട് ചോദിച്ചു 2019 വന്ന റിപ്പോർട്ട് 2024 ഇപ്പം എന്തായാലും പുറത്തേക്ക് വിടാൻ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ റിപ്പോർട്ട്, എന്നിട്ട് പോലും നിങ്ങളിത് എന്തുകൊണ്ടാണ് ആ സമയത്തൊന്നും താങ്കളുടെ മൊഴി കാണണമെന്നോ അല്ലെങ്കിൽ എന്താണ് പുറത്തേക്ക് വിടണമെന്നോ ഒരു ഹർജിയായിട്ട് പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്ന അടുത്ത വാചകം, ഞങ്ങൾ വുമൺസ് കമ്മീഷനിൽ ഞാൻ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരുന്നു എന്നാണ്. ഇതിലെവിടെയാണ് ഈ പറയുന്ന പോലെ മറ്റേ വനിതാ കമ്മീഷൻ്റെ പ്രാതിനിധ്യമുള്ള വനിതാ കമ്മീഷൻ എന്താണ് ഇതിൽ റോൾ ഉണ്ടായിട്ടുള്ളത്? ഇത് എല്ലാം പോട്ടെ, ഇനി നമ്മുടെ മറ്റു ചില ആളുകളെ കുറിച്ച് കൂടി പറയാതെ വന്നാൽ ഈ നെക്സസ് പൂർണ്ണമാകില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതായത് സിനിമാക്കാരായിട്ടുള്ള വളരെ നല്ല മനുഷ്യരും നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടുള്ള ചങ്ങാത്തം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. ഈ റിപ്പോർട്ട് പുറത്ത് വിടണം എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. VD സതീശൻ ഞാൻ ഇതുവരെ റിപ്പോർട്ട് പുറത്തു വിടണം എന്ന് പറഞ്ഞൊരു പ്രസ്താവന കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല രൂക്ഷമായി ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇനി എവിടെയെങ്കിലും പ്രസ്താവന ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹമൊക്കെ എനിക്ക് തോന്നുന്നത് VD സതീശനും K സുധാകരനും അതുപോലെ തന്നെ നമ്മുടെ K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ എനിക്ക് തോന്നുന്നത് അവർ ബണ്ണുകടി മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബണ്ണുകടി മത്സരം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതായത് ഒരു ചരടിൽ ഇങ്ങനെ കോർത്തിട്ടേക്കും, ആ കോർത്തിട്ടിട്ടുള്ള ഇന്ന് ബണ്ണുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തരും ചാടി ചാടി ബണ്ണ് കടിക്കുക. അപ്പോൾ നമുക്ക് വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് ഈ പറയുന്ന സിനിമാക്കാരുടെ ഈ ചരടിൽ ഒരറ്റത്ത് ഗവൺമെൻറ്റാണ്, ഒരറ്റത്ത് സിനിമാക്കാർ പിടിച്ചേക്കാണ്. ആ ചരടിലുള്ള ഈ പറയുന്ന പോലെ തൂങ്ങിക്കിടക്കുന്ന ബണ്ണുകടി മത്സരത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട K സുധാകരനും അതുപോലെ തന്നെ VD സതീശനും പിന്നെ K സുരേന്ദ്രനും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ നാട്ടിൽ ഈ സ്ത്രീകൾക്കെതിരെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു അതിക്രമം നടക്കുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്, അതിൻ്റെ ഫൈൻഡിങ്സ് പുറത്തേക്ക് വിടാതിരിക്കാനുള്ള
നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രഞ്ജിനിയോട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവരൊരു നല്ല നടിയാണ്. അവരെന്താണെങ്കിലും ഒരു നാടക രംഗത്തേക്ക് കൂടി തിരിച്ചു വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ സജിമോൻ പാറയിലിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം ഏതോ കാട്ടുവാക്കാൻ എന്തൊക്കെ പറഞ്ഞ ഒരു സിനിമയിലൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നത്. പൂർണ്ണമായിട്ടും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും ആകട്ടെ, അദ്ദേഹം ഇനി നല്ല അഭിനേതാവായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ രഞ്ജിനി എന്തായാലും നാടകത്തിലേക്ക് തിരിച്ചു വന്നതിൽ എനിക്ക് വലിയ സന്തോഷം. ഇനി നമ്മുടെ ചില മാധ്യമ സിംഹങ്ങളെക്കുറിച്ച് കൂടി പറയാതിരിക്കാൻ വയ്യ. ആ മാധ്യമ സിംഹങ്ങളിൽ ഒരാളാണ് അരുൺകുമാർ എന്ന് പറയുന്നത്. റിപ്പോർട്ടർ ടി വിയുടെ കൺസൾട്ടിങ് എഡിറ്ററാണ്. റിപ്പോർട്ടർ ടി വിയുടെ ഇപ്പോഴത്തെ ചീഫാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് നികേഷ് കുമാർ പൂർണ്ണമായി പോയതോടുകൂടി ഇപ്പോൾ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന അരുൺകുമാറിൻ്റെ കയ്യിലാണ്. ഇനി അരുൺകുമാർ കഴിഞ്ഞ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞൊരു വാചകം കേട്ട് ഞാൻ ചിരിച്ചു മരിച്ചായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തമാശകൾ അരുൺകുമാർ ഇനിയും പറയണം. ആ തമാശ എന്താണെന്ന് പറഞ്ഞുതരാം. ഗവൺമെൻറ് ഈ വിവരാവകാശ കമ്മീഷനിലോ കോടതിയിലോ ഒക്കെ പോയിട്ട് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. എൻ്റെ പൊന്ന അരുൺകുമാർ നിങ്ങൾ പറഞ്ഞു വിടുന്ന വാർത്തകളെങ്കിലും കേൾക്കണ്ടേ? സജി ചെറിയാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് ഇത് പുറത്തേക്ക് വിടരുത്, പ്രശ്നമാകും, അതുകൊണ്ട് പുറത്തേക്ക് വിടാൻ കഴിയില്ല, പകരം ഞങ്ങൾ മറ്റേ ഇതിന് വേണ്ടിയിട്ട് കൺവെൻഷനോ സിമ്പോസിയോ ഒക്കെ ഈ നാട്ടുകാരുടെ കാശെടുത്ത് മിക്കവാറും താജിലോ അല്ലെങ്കിൽ മറ്റേ മാരിയറ്റിലോ ഒക്കെ വെച്ച് സംഘടിപ്പിക്കാം. എന്നിട്ട് അവർക്ക് ഏതാണ്ട് ഒരു 4,000 രൂപയുടെയൊക്കെ ലഞ്ച് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരോട് സംസാരിക്കാം. നിങ്ങളിനി പീഡിപ്പിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ മറ്റേ പണ്ട് PK ശശിയിലൊക്കെ പീഡനം പറഞ്ഞ പോലെ തീവ്രത കുറഞ്ഞ പീഡനം വേണമെന്നാണോ, അല്ലെങ്കിൽ ഇനി മറ്റേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാമെന്നാണ് സഹിച്ചറിയാൻ വന്നത്. ഇതെല്ലാം പോട്ടെ, എൻ്റെ അരുൺകുമാർ ഇതൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? കാരണം എനിക്ക് ചോദ്യം, 2019 വന്നിട്ടുള്ള റിപ്പോർട്ട് 2024 വരെ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൻ്റെ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാനോ അല്ലെങ്കിൽ മറ്റു പുറത്തേക്ക് വിടാനോ ഗവൺമെൻറ് തയ്യാറാകാതിരുന്നതാണെന്ന് മനസ്സിലാക്കാനായിട്ടൊരു സാമാന്യ ബുദ്ധി പോരെ? അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇനി ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ അടുത്ത് പരാതി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഉത്തരവ് വരികയും വരെ കാത്തു നിൽക്കേണ്ടി വരികയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് ഈ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടാൻ താല്പര്യമില്ലായിരുന്നു. നിങ്ങൾ ഇപ്പം രഞ്ജിനി പറയുന്നത് കേട്ടിട്ട് ഒരു അടിസ്ഥാനമില്ലാത്തൊരു വാദം പറഞ്ഞാണ് ഗവൺമെൻറ് ഇന്നത് മാറ്റി വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ സോളാർ അടക്കമുള്ള നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകളോ മറ്റ് കേരളത്തിലുണ്ടായിട്ടുള്ള റിപ്പോർട്ടുകളോ ഒക്കെ അതിൽ വന്ന് മൊഴി കൊടുത്തിട്ടുള്ള ആളുകളുടെ മുഴുവൻ സമ്മതം മേടിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് വിട്ടേക്കുന്നത്. എന്തൊരു നാടാണ് നമ്മുടേതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ പറയുന്ന എല്ലാ ആളുകളും, സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള ആളുകളും പണമുള്ളവരും എല്ലാവരും കൂടി പിന്നെ മാധ്യമങ്ങളൊക്കെ കൂടി നമ്മളങ്ങോട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പറ്റിക്കുന്ന കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇത് കൂട്ടപ്പെടുത്തണ്ട എന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങളൊന്ന് പ്രതികരിക്കണം. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ല. കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സാധാരണ പബ്ലിക്കിൻ്റെ ഒരു രോഷം ഇവിടെയെങ്കിലും ഉയർന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് ഇത് മനസ്സിലാവുകയുള്ളൂ. തൽക്കാലം സിനിമാക്കാരോടൊപ്പം നിന്ന് ഞങ്ങളുടെ വോട്ട് പോകും. അതുകൊണ്ട് അതിനേക്കാൾ സിനിമാക്കാരെയൊക്കെ പണത്തെക്കാളും അവരുടെ ഈ പറയുന്ന പോലെ മറ്റ് കിട്ടാവുന്ന ലാഭങ്ങളെക്കാളും ഒക്കെ വലുത് ഈ പറയുന്ന ജനത്തിൻ്റെ വോട്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ ഏത് രാഷ്ട്രീയക്കാരനും മാറും. അത് മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. അരുൺകുമാറിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്, അരുൺകുമാറെ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പല പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അറിവുള്ള ആൾ തന്നെയാണ് അരുൺകുമാർ. പക്ഷേ ഈ നാടകത്തിൽ അരുൺകുമാറും കൂടി ഭാഗമാകുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സജിമോൻ പാറയിൽ വന്നിരിക്കുന്നു, രഞ്ജിനി വന്നിരിക്കുന്നു, ഈ അരുൺകുമാർ വന്നിരിക്കുന്നു. ഇനി ഈ നാടകത്തിലെ പല കളിക്കാരും മിക്കവാറും ഇനി അടുത്ത റിപ്പോർട്ട് ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഇനി വേറൊരാൾ വരും. അതായത് അടുത്ത ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ വന്ന് പരാതി കൊടുക്കും. പക്ഷെ ഇതും ലാസ്റ്റ് മിനിറ്റിലായിരിക്കും. കാരണം ഇത് വൈകിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് സിനിമാക്കാരുടെ. അതുകൊണ്ട് ഇത് എങ്ങനെയായാലും വിഴുങ്ങാനും പറ്റില്ല, പുറത്തേക്ക് തുപ്പാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റുകളിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പണ്ട് ചന്ദ്രസ്വാമി എന്ന് പറയുന്നൊരു സ്വാമിയുണ്ട്, പരാസ്വാമിയാണ്. പല കേസുകളൊക്കെ വരുന്ന ആയുധങ്ങളൊക്കെ അടക്കം അദ്ദേഹത്തിൻ്റെ ഇവിടെ റെയ്ഡ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആയുധങ്ങളുടെയൊക്കെ കൊടുത്തിട്ടുള്ള ചില ബില്ലുകളൊക്കെ അടക്കം കണ്ടെത്തി. ഞാനിപ്പോൾ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഈ ചന്ദ്രസ്വാമി പണ്ടൊരു പണി കാണിച്ചു. ആ പണി കാണിച്ചത് അദ്ദേഹം ഒരു കല്യാണത്തിന് പോയപ്പോൾ പൊതു സദസ്സിൽ വെച്ചിട്ട് മറ്റേ കൈ ഉയർത്തിയിട്ട് മാല എടുത്തിട്ട് ഒരു 5 പവൻ്റെ 6 പവൻ്റെ 10 പവൻ്റെ മാല എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഒരാൾക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ കാശുള്ളവൻ വരുമ്പോൾ പുള്ളി മാല കൊടുക്കും, അതിൻ്റെ തൊട്ട് താഴെയുള്ളവർ വരുമ്പോഴത്തേക്കും വാച്ച് കൊടുക്കും, തീരെ കാശില്ലാത്തവൻ വന്നിട്ടുണ്ടെങ്കിൽ ഭസ്മം മാത്രം കൊടുക്കും. ഇതാണ് നമ്മുടെ സ്വാമിമാരുടെ കറക്ക്. ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് അല്ലാതെ ആകാശത്തുനിന്ന് സ്വർണ്ണമൊന്നും പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇത് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചില്ലേ പറ്റുള്ളൂ.
പക്ഷെ അന്നൊരു കേസ് വന്നു. ആ കേസ് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, ഇതിലെന്തെങ്കിലും ചില തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അന്നൊരു കേസ് വന്നു. ആ കേസ് വന്നത് ഈ ചന്ദ്രസ്വാമിക്കെതിരെ വന്നിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഈ 5 പവനിൽ കൂടുതലുള്ള സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ ബില്ലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് കടയിൽ നിന്ന് മേടിച്ചു എന്നുള്ളതും അത് ടാക്സും കൊടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അദ്ദേഹം ഇങ്ങനെ ആകാശത്തു നിന്ന് എടുത്താണെന്ന് പറഞ്ഞ് നേരെ ഇത് അവിടെ ഉണ്ടായിരുന്ന വധുവിനാറ്റ കൊടുത്തിട്ട് തിരിച്ചു പോന്നപ്പോൾ ഒരാൾ കൊണ്ട് കേസ് കൊടുത്തു. ഈ കേസ് പെട്ടുപോയി. കാരണം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ചന്ദ്രസ്വാമി പറഞ്ഞാൽ മതി, ഞാനത് ഇന്ന കടയിൽ നിന്നാണ് മേടിച്ചത്, ഈ കടയിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്നാണ് മേടിച്ചത്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്താണ് അതിൻ്റെ മറ്റേ സ്റ്റിക്കറൊക്കെ ഒളിച്ച് മാറ്റിയിട്ട് ഞാനൊരു പോക്കറ്റ് വെച്ചിട്ട് വന്നിട്ട് ഞാനൊരു അഭ്യാസം കാണിച്ചതാണ് ആളുകളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെ പറഞ്ഞാലുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? ആ പ്രശ്നം ഇയാളുടെ എല്ലാ ക്രെഡിബിലിറ്റിയും വന്ന് പോകുമല്ലോ. അതിനുശേഷം അല്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് എന്ത് ചെയ്യണം? ഞാനിത് ആകാശത്ത് നിന്ന് തന്നെ എടുത്താന്ന് പറഞ്ഞു. ആകാശത്ത് നിന്ന് തന്നെ എടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉണ്ടാവും. കാരണം അങ്ങനെ ഒരിക്കലും എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ബില്ല് പറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് അടക്കാതെ ഒരിക്കലും സ്വർണം ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല. പുള്ളി ആകെ ഊരാക്കുടുക്കിലായിപ്പോയി. അപ്പോൾ അങ്ങനെ ഊരാക്കുടുക്കിലായിപ്പോയതിന് ശേഷം സംഭവിച്ചെന്താണെന്ന് നിങ്ങൾ അറിയാം. പല ജഡ്ജിമാരും ഈ കേസുകൾ കേൾക്കാൻ വിസമ്മതിക്കുകയും അവർ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക. ഇപ്പോൾ ഒരു ജഡ്ജിക്ക് അങ്ങനെ മാറ്റാം. അതായത് എനിക്ക് അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനിതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ മാറ്റിവെച്ചതാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഈ കേസ് പോയിട്ടുള്ളത്. ഏതാണ്ട് അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന സംഭവം തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വിടാതിരിക്കാം എന്നുള്ളൊരു ഗവേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.